ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് മെട്രോയിൽ കയറിയാലോ? റുക്കു, കിച്ചു, ഞാനുമാണുള്ളത്. ഞങ്ങൾ നിൽക്ക് പോലെ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടീൻ്റെ അടുത്ത് പോവാണ്. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടെ മെട്രോ യാത്ര എന്ന് നോക്കാം. റുക്കുവിൻ്റെ ഹൈറ്റ് നോക്കിയപ്പോൾ ടിക്കറ്റ് എടുക്കാൻ മാത്രമുള്ള ഹൈറ്റ് ആയിട്ടില്ല. എന്നാൽ ഗേറ്റ് കടക്കുകയും വേണം. അപ്പോൾ അവർ തന്നെ ലിഫ്റ്റ് ചെയ്ത് അവളെ അകത്തേക്ക് കടത്തി വിടുക ചെയ്തത്. ട്രെയിൻ പോണ കാണാവോ? ആ എന്നാ ബാ കയറും, പോയി എസ്കലേറ്ററിൽ കയറും. കൈവിട്. മെട്രോ സ്റ്റേഷൻ്റെ മുകളിലെത്തി താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ശനിയാഴ്ച വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ മെട്രോയിൽ കയറിയത്. ഈ സമയത്ത് റോഡിൽ നല്ല ട്രാഫിക് ഉള്ളതുകൊണ്ട് മെട്രോ സ്റ്റേഷനിലും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ഇനി ട്രെയിൻ വരുമ്പോൾ എന്താ അവസ്ഥ എന്ന് നമുക്ക് കാണാം. പ്ലാറ്റ്ഫോം 2-നടുത്തായിട്ടത് മെട്രോ ട്രെയിൻ വന്നിരിക്കുന്നു. അതിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇനി ഇങ്ങോട്ടുള്ളത് എങ്ങനെയാണോ അറിയില്ല. തിരക്കുണ്ടാകും, ഇല്ലാതിരിക്കില്ല, സാറ്റർഡേ അല്ലേ. അതാ ഞങ്ങൾ ട്രെയിനും വരുന്നുണ്ട്. അമ്പോ, നല്ല തിരക്കാണ്. അങ്ങനെ മെട്രോയുടെ തിരക്കിനുള്ളിലേക്ക് ഞങ്ങളും കടന്നിരിക്കുകയാണ്. കിച്ചും ലുക്കും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ സീറ്റ് കിട്ടാൻ യാതൊരു പ്രയാസവും ഉണ്ടായില്ല. ഒരു ചേച്ചി ഞങ്ങൾക്ക് എഴുന്നേറ്റ് സീറ്റ് തന്നു. മെട്രോയിൽ കയറിയത് ചെയ്താൽ കിച്ചു എഴുന്നേറ്റ് എവിടെയാണെന്ന് മനസ്സിലാവാതെ ചുറ്റും നോക്കുകയായിരുന്നു. എടപ്പള്ളി എത്തിയപ്പോഴേക്കും അത്യാവശ്യം തിരക്ക് കൊഴിഞ്ഞ് സീറ്റ് ഫില്ലായി നിൽക്കുന്ന രീതിയിലായിട്ടുണ്ട്. അടുത്ത സ്റ്റേഷനിൽ തന്നെ ഞങ്ങൾ ഇറങ്ങും. രുക്കു നല്ല കാര്യമായിട്ട് അനൗൺസ്മെൻറ്റ്സ് ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പത്തടിപ്പാലത്തെത്തി ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. തൃപ്പൂണിത്തുറയ്ക്കും ആലുവയ്ക്കുമുള്ള ഓരോ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞപ്പോഴേക്കും പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇതാ കാലിയായിട്ടുണ്ട്. ഞങ്ങളിനി സ്റ്റെയർ ഇറങ്ങാൻ നോക്കുകയാണ്. മുകളിലേക്ക് കയറാൻ മാത്രമേ എസ്കലേറ്റർ ഉള്ളൂ. താഴേക്ക് ഇറങ്ങാൻ സ്റ്റെയർ ഇറങ്ങാൻ തന്നെ വേണം, അല്ലെങ്കിൽ ലിഫ്റ്റ് യൂസ് ചെയ്യണം. ലിഫ്റ്റിൽ പോകാൻ ധാരാളം ആൾക്കാർ അവിടെ തിങ്ങി നിറഞ്ഞുള്ളതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞങ്ങൾ നോക്കിയില്ല, നേരെ ഇങ്ങ് പോന്നു. എന്തോ കാര്യമായിട്ട് നോക്കിക്കൊണ്ട് വരുവാണ് രുക്കു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ രുക്കുവിനെ കടത്തിവിടാൻ ആരും വരാതിരുന്നത് കൊണ്ട് തന്നെ
ഞങ്ങൾ തന്നെ ഒറ്റ ടിക്കറ്റിൽ തന്നെ പോന്നു. കൊച്ചിയിലെ ട്രാഫിക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഓട്ടോയ്ക്കൊക്കെ നോക്കിയിരുന്നെങ്കിൽ ഒരു ഓട്ടോ പോലും കിട്ടിയില്ല. അങ്ങനെ ഞാനും ലുക്കും കിച്ചും കൂടി ഇവിടെ വരെ നടന്നാണ് വന്നത്. അപ്പോഴേക്കും ഞങ്ങൾ മടുത്തു പോയിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് ഫ്ലോറിലും കൂടിയാണ്, ലിഫ്റ്റും ഇല്ല. അപ്പോൾ സ്റ്റെയർ വരെ കയറി വന്നപ്പോൾ മടുത്തു പോയി. വന്ന് കയറിയതേ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്ന വീഡിയോയോ കാര്യമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പാട്ടീനെയൊക്കെ കണ്ട് ഒക്കെ കഴിഞ്ഞപ്പം ഇവിടുത്തെ ഈ ബൊമ്മകൾ ഞങ്ങളിവിടെ താമസിക്കുന്ന സമയം തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബൊമ്മാസൊക്കെ. കുഞ്ഞാനുകളും കുഞ്ഞി ടോയ്സും ഒക്കെ നല്ല ഭംഗിയാണ്. ഒരുപാട് അലങ്കാരപ്പണികളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എന്നാൽ വോളിൽ നല്ല വൃത്തിയിലും ഭംഗിയിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ എപ്പോഴും. ഇവിടെ ഇത് കുഞ്ഞു വിളക്കുകൾ, ഇത് ഓർഡർ ആക്കിയിട്ടൊന്നും ഇല്ലെങ്കിലും അങ്ങനെ സ്കാറ്റേർഡായി കിടക്കുന്ന വേറൊരു ഇഷ്ടം തോന്നാറുണ്ട്. പിന്നെ ഇതൊരു ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഇതാ നല്ലൊരു നെറ്റിപ്പട്ട ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്. അതുപോലെ ഈ ബുദ്ധപ്രതിമകൾ കണ്ണും ചെവിയൊക്കെ പൂട്ടിയിരിക്കുന്നത്, ഇത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ ലുക്കുവിന് പാടി കൊടുക്കൽ, ആരോ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് ഒന്നും കാണല്ലേ കേൾക്കല്ലേ മിണ്ടല്ലെന്ന്, അതിങ്ങനെ പാടി കൊടുക്കും. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ അടുത്തുകൊണ്ട് അങ്ങനെ 4 ബൊമ്മാസ്. ഇത്തവണ പാട്ടീൻ്റെ കൂടെ കുറേ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുത്തിട്ടില്ല. ഇത് പഴയ ഫോട്ടോയാണ്. റുക്കുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു പാട്ടിക്ക്. റുക്കുവിന് പാട്ടി നല്ല പാട്ടുകൾ പാടിക്കൊടുക്കും, റുക്കുവിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പാട്ടീൻ്റെ ദത്തുപുത്രി റുക്കു എന്നാണ് എപ്പോഴും പാട്ടി പറയാറുള്ളത്. അപ്പം ഞങ്ങൾ